ഹായ്. ബിഗ് ബോസ് സീസൺ 7 കഴിയാൻ വേണ്ടിയിട്ട് 2 ഡേയ്സും കൂടിയേ ഉള്ളൂ. ശാന്തിയും സമാധാനത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന ഹൗസിലോട്ടേക്ക് മുന്നേ ഔട്ടായി പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് വരികയും അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് പണ്ടുണ്ടായ കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോ കാണുന്നത്. ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല, ഞാനൊരു ഫേമസ് ആയിട്ടുള്ള ആളല്ല. പക്ഷേ സാധാരണ ജനങ്ങളെ പോലെ ഈ ഒരു ഷോ കാണുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഫ്രസ്ട്രേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അനുമോള് എന്നൊരു കണ്ടസ്റ്റൻറ്റിനെ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ആദിലേനെയും നൂറിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നതും. അപ്പം വേറെ ആരും ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ആദിലേയും നൂറി ഇത് കാണട്ടെ, ഈ വീഡിയോ കാണട്ടെ. കാരണം അനുമോള് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ചെയ്തു കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയിട്ട് പോലും അനുമോൾ ഒരിക്കലും ആദിലേനെയും നൂറിനെയും കുറ്റം പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഗെയിം ആകുമ്പം അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ഒരു നല്ലൊരു ഫ്രണ്ട് എന്ന നിലയിൽ അനുമോൾ കുറ്റപ്പെടുത്തിയിട്ടില്ല. അനുമോൾ ഇപ്പോൾ പേഴ്സണലായിട്ട് ആദിലേൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ശൈത്യ വരുമ്പോഴേക്കും ശൈത്യൻ്റെ അടുത്ത് പറയാ അനുമോൾ എന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം അനുമോള് അനീഷിൻ്റെ കാര്യമായിക്കോട്ടെ, അനീഷിനെ കുറ്റപ്പെടുത്തിയതായിക്കോട്ടെ, അതൊക്കെ ആദിലേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിലേനെ ബെസ്റ്റ് ഫ്രണ്ടായി കാണുന്നതുകൊണ്ടാണ്. ഇപ്പം ഇതേപോലെ നൂറയാണ് ആദിലിൻ്റെ അടുത്തൊരു കാര്യം പറയുകയും ശൈത്യ വന്നിട്ട് നൂറേനെ എന്തെങ്കിലും പറയുമ്പോൾ ആദില പോയിട്ട് നൂറ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഒരിക്കലും പറയില്ല. കാരണം എന്താ, അവളുടെ പാർട്ട്ണറാണ് നൂറ. അതുപോലെ തന്നെയാണ് ഫ്രണ്ട്ഷിപ്പും. അതായത് നമ്മളൊരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ഒരാളാണല്ലോ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുക. അപ്പം നമ്മളെല്ലാം ഷെയർ ചെയ്യും. ചിലപ്പോൾ നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളും, നമുക്ക് ഫീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യും. അപ്പം വേറൊരാൾ വന്നിട്ട് അല്ലെങ്കിൽ വേറൊരു ഫ്രണ്ട് വന്നിട്ട് ഒരു മാനിപ്പുലേഷൻ അവിടെ നടത്തുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയും നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയല്ലല്ലോ ചെയ്യേണ്ടത്. കൈത്തേടിയും ബിൻസിയുടെയും ബാക്കി എല്ലാവരുടെയും ഇത്രയും പ്രഹസനങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ അനുമോളെയാണ് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അനുമോൾക്ക് കപ്പ് കിട്ടട്ടെ എന്ന്, അനുമോൾ അല്ലെങ്കിൽ അനീഷിന് കപ്പ് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ ലൈഫിലും ഇതേപോലുള്ള എന്താ പറയുക, ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും കുറേ ആൾക്കാരുണ്ടാവും. അപ്പം നമ്മളവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇൻസ്പിറേഷൻ പോലെയാണ് അനുമോൾ നമുക്ക് ഈ ഒരു ഗെയിമിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അനുമോൾ.